പൈസ വാരി വീശി. ചേച്ചിമാരെല്ലാം കൂടെ പൈസയും വാരി വീശി എങ്ങോട്ടാ? തൊഴിൽ മേളക്ക് പോവേണ് കൈ. എന്തായാലും വെറുതെ നടക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച അവിടെ പോയി നടക്കാം. അങ്ങനെ ഐശ്വര്യമായിട്ട് പോയി കുറെ പ്രിന്റ് ഒക്കെ അങ്ങ് എടുത്തു. എല്ലാം ഒരു 5-6 വെച്ച് അങ്ങ് എടുത്തു. കൈ ഇരുന്ന് വീശിയ പൈസേന്റെ കൂടെ വേറെ 50 കൂടി ഇട്ട് കൊടുക്കേണ്ടി വന്നു. അത്രയ്ക്കും പ്രിന്റ് എടുത്ത്. എന്തിനാണോ എന്തോ. ഞാൻ ഇങ്ങനെയുള്ള മേളക്കൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് ഇത് എങ്ങനത്തെ സെറ്റപ്പ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ ചെന്നപ്പോ ഒരു ഫോം ഒക്കെ തന്ന് ഫില്ല് ചെയ്യും. അവിടെ എത്തിയിട്ട് നമ്മൾ ഓടി നടന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഉള്ള പൊട്ടത്തരങ്ങളെല്ലാം പല ഭാഗത്തായിട്ട് നമ്മൾ പറഞ്ഞു. എന്ത് കമ്പനി, ആരെ കമ്പനി, എന്തിന്റെ കമ്പനി, അങ്ങനെയുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ആരെ കമ്പനി, ഏത് കമ്പനി, അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. അവസാനം നമ്മൾ കയറി ഇറങ്ങി താളം. അവിടെ വെച്ച് ചോറൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങി. എന്നാലും നമ്മൾ വിചാരിച്ച് മന്തിയും കൂടെ കഴിക്കാം. വീഡിയോന്റെ ആദ്യം പറഞ്ഞില്ലേ പൈസ വീശുന്ന കാര്യം, അതാണിത്. മന്തി കഴിക്കാനുള്ള കറക്റ്റ് പൈസയും കൊണ്ടാണ് പോയത്. അവിടെ ചെല്ലുമ്പോ ഇത് അടികൂടി തന്നെ നോക്കും. കുറച്ചധികം നേരം ഇരുന്നിട്ടായാലും മെനു കാർഡ് അത്രയും വായിച്ചു പഠിച്ച് പേജ് വരെ തീർന്നു. എന്തോരം ഐറ്റംസാ. എന്തായാലും നമുക്ക് അൽഫാം മന്തി. അങ്ങനെ സാധനമൊക്കെ വന്നു. എനിക്ക് മന്തി കഴിച്ചിട്ട് അഭിപ്രായം പറയാനൊന്നും അറിഞ്ഞുകൂടാ. കാരണം എവിടെ നിന്ന് ഏത് കോലത്തിലുള്ള മന്തി കിട്ടിയാലും എനിക്കത് ഇഷ്ടപ്പെടും. അതുകൊണ്ട് മന്തിയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് കുറെ നേരം ഫോട്ടോ എടുത്ത് അവിടെ ഒരേ പോസിൽ 50 ഫോട്ടോ. അത് നിർബന്ധം. ഇന്ന് അതിൽ കൂടുതൽ എടുത്തെന്ന് തോന്നുന്നു. സമയം നോക്കാതെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതുകൊണ്ട് എന്നും പോണ ട്രെയിനൊക്കെ അതിന്റെ വഴിക്ക് പോയി. ആദ്യം പറഞ്ഞ സാധനം ഇല്ലാത്തോണ്ട് നമ്മൾ നടക്കേണ്ടി. പിന്നെ കിട്ടിയ ട്രെയിനിലൊക്കെ കയറി വീട്ടിൽ പോയി.